വിവാദങ്ങൾ നിലനിൽക്കെ നിർണായക UDF നേതൃയോഗം ഇന്ന് തലസ്ഥാനത്ത് ചേരും. നിയമസഭാ തെരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷമുള്ള ആദ്യ മുന്നണി യോഗത്തിൽ ബോർഡ് കോർപ്പറേഷൻ വിഭജനവും വിവിധ വിവാദ വിഷയങ്ങളും ചർച്ചയായേക്കും. യോഗം വൈകുന്നിൽ ഘടകകക്ഷികൾ ഉയർത്തിയ അതൃപ്തിക്കിടെയാണ് മുന്നണി നേതൃത്വം യോഗം വിളിച്ചിരിക്കുന്നത്. PM ശ്രീ അതിവേഗ റെയിൽപാത, വിഴിഞ്ഞത്തെ അദാനിയുടെ ഓഹരി കൈമാറ്റം തുടങ്ങിയ വിവാദ വിഷയങ്ങളും യോഗത്തിൽ ചർച്ചയാകുമെന്നാണ് സൂചന. റോഷിപാൽ നൽകും വിശദാംശങ്ങൾ. റോഷിപാൽ, യോഗം വിളിക്കാത്തതിനെതിരെ വലിയ വിമർശനങ്ങൾ ഉയർന്നിരുന്നു. ഇതാ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷം ചേരുന്ന ആദ്യ യോഗമാണ്, നിർണായകമാണ്. എന്തൊക്കെയാണ് പ്രധാന വിഷയങ്ങൾ ചർച്ചയാകുന്നത്? കീർത്തന, റോഷ്നി, UDF അധികാരത്തിലെത്തി 2 മാസം പിന്നിടുമ്പോഴാണ് യോഗം വിളിച്ചു ചേർക്കുന്നത്. നേരത്തെ UDFിലെ പ്രധാന ഘടകകക്ഷിയായ മുസ്ലിം ലീഗ് UDF യോഗം വിളിക്കാത്തതിൽ അസംതൃപ്തി രേഖപ്പെടുത്തിയതാണ്. അതിന് പിന്നാലെ UDF കൺവീനർ അടൂർ പ്രകാശും പരസ്യമായി തന്നെ അത് അതൃപ്തി അറിയിക്കുകയും ചെയ്തു. തൊട്ടു പിന്നാലെയാണ് യോഗം വിളിച്ചത്. 11 മണിക്ക് മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ ക്ലിഫ് ഹൌസിലാണ് യോഗം ചേരുന്നത്. യോഗത്തിൽ നിലവിലെ സാഹചര്യത്തിൽ ഏറ്റവും പ്രധാന ചർച്ചയായി വരുന്നത് ബോർഡ് കോർപ്പറേഷൻ വിഭജനമാണ്. അത് സംബന്ധിച്ച് ഘടകകക്ഷികളുമായി ഒറ്റക്കൊറ്റക്കുള്ള ചർച്ചകളും ഉണ്ടാകും. ഒരുപക്ഷെ ഇന്ന് അത് ഒരു പ്രാഥമിക ചർച്ചകൾ നടത്തി വരും ദിവസങ്ങളിൽ ഉഭയകക്ഷി ചർച്ചകൾ നടത്താനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തും എന്നാണ് അറിയാൻ കഴിയുന്നത്. കാരണം ഇനിയും ബോർഡ് കോർപ്പറേഷൻ നിയമനങ്ങൾ വൈകുന്നത് ഗുണകരമല്ല എന്ന വിലയിരുത്തലും വിമർശനവും UDFിനകത്ത് തന്നെയുണ്ട്. ഈ സാഹചര്യത്തിലാണ്. അതിനൊപ്പം തന്നെ വിവാദ വിഷയങ്ങൾ PM ശ്രീയുണ്ട്, ഒപ്പം വിഴിഞ്ഞം തുറമുഖത്തെ അദാനി കമ്പനിയുടെ ഓഹരി കൈമാറ്റമുണ്ട്. അങ്ങനെ തുടങ്ങിയ നിരവധി വിഷയങ്ങൾ, മദ്യനയം തുടങ്ങിയ വിഷയങ്ങളൊക്കെ ഇന്ന് യോഗത്തിൽ പ്രതിപാദിക്കും. പ്രത്യേകിച്ച് വീര്യം കുറഞ്ഞ മദ്യം സംസ്ഥാനത്ത് വിൽപ്പന നടത്താനുള്ള അനുവാദം നൽകുന്നത് സംബന്ധിച്ച് ഇപ്പോഴും മുന്നണിക്കകത്ത് UDFിനകത്തൊക്കെ വ്യത്യസ്ത അഭിപ്രായങ്ങളാണ്. ഈ കാര്യത്തിൽ ഒരു വിശദമായ അഭിപ്രായ പ്രകടനം നടത്തിക്കഴിഞ്ഞാൽ മാത്രമേ, ഒരു തീരുമാനത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ മാത്രമേ മദ്യനയം രൂപീകരിക്കാൻ കഴിയൂ. അതുകൊണ്ട് തന്നെ മദ്യനയം സംബന്ധിച്ചുള്ള ചർച്ചകൾ ഇന്നത്തെ UDF യോഗത്തിൽ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. സമാനമായിട്ടാണ് PM ശ്രീ പദ്ധതിയിൽ നിന്ന് ഇനി പിന്മാറാൻ കഴിയില്ല എന്ന നിലപാടിലാണ് സർക്കാർ. ഈ കാര്യത്തിൽ UDFിന് അനുമതി തേടേണ്ടി വരും. വിശദമായ ചർച്ചകൾ ഉണ്ടാകും. ഒരുപക്ഷെ ഒരാഴ്ചക്കകം തന്നെ UDF ഉഭയകക്ഷി ചർച്ചകളിലേക്ക് കടക്കും. കോൺഗ്രസ് നേതൃത്വം മുന്നണിയിലെ പ്രധാനപ്പെട്ട ഘടകകക്ഷികളുമായി ഈ ബോർഡ് കോർപ്പറേഷൻ വിഭജനം സംബന്ധിച്ചുള്ള ആശയവിനിമയം നടത്തും എന്നാണ് അറിയാൻ കഴിയുന്നത്. ശരി, റോഷിപാലാണ് വിശദാംശങ്ങൾ നൽകിയത്. UDF നേതൃയോഗം ഇന്ന് ചേരുകയാണ്.